രണ്ടെണ്ണം അടിക്കണമെന്ന് തീരുമാനിച്ച് സാധനം വാങ്ങാൻ ലോക്കൽ കൗണ്ടറിൽ പോകുന്നവരെ സമ്മതിക്കണം കേട്ടോ. പത്തനംതിട്ടയിലെ ചില്ലറ വിൽപ്പനശാലയിൽ മിക്കയിടത്തെയും കാഴ്ച കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമാണ്. കാലിത്തൊഴുത്തൊക്കെ നമ്മൾ മനോഹരമാക്കി വെക്കാറുണ്ട്. കിടങ്ങൂർ ഷോപ്പിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. കിടങ്ങന്നൂര് ബിവറേജ് എത്തി. ആ എത്തി. 200 അല്ലേ? ഏത് സാധനം എടുക്കുന്നത്? മൊത്തത്തിൽ സെറ്റപ്പ് ശരിയല്ല. ലോക്കൽ കൗണ്ടറിൽ ഇത്രയൊക്കെ പറ്റൂ. അത്യാവശ്യമുള്ളവൻ വാങ്ങിയാൽ മതിയെന്ന ചിന്തയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആവശ്യക്കാരനെ നേർവഴി നിർത്താനാണ് ക്രമീകരണങ്ങൾ. ഉള്ളിലേക്ക് കടന്നാലോ വെളിച്ചക്കുറവ്. പോരാത്തതിന് അലൂമിനിയം ഷീറ്റ് കൊണ്ടുള്ള മറയും. ആകെ സുഖകരമല്ലാത്തതാണ് അന്തരീക്ഷം. രാവിലെ ചെറുത് വാങ്ങിച്ചല്ലേ? പണിയില്ലായിരുന്നു, ഒരെണ്ണം വാങ്ങിച്ചു. ചെറുതാക്കിയില്ല? വാങ്ങിച്ചു. എന്താ ആയാലും വീറും വൃത്തിയായിട്ടൊന്നുമില്ല. എത്ര രൂപ കൊടുത്താലും വീറും വൃത്തിയൊന്നുമില്ല. നീ വാങ്ങിച്ചു, എന്താ ചെയ്യാൻ? തൊഴുത്ത് പോലെ അല്ലയോ? തൊഴുത്ത് പോലെ കിടക്കും. പറയാൻ വയ്യായിരുന്നു അവിടെ? എന്താ പറയാ, നമ്മളൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല, ആരും അംഗീകരിക്കത്തില്ല. എങ്ങനെ കിടന്നാലും പൈസ കൊടുത്ത് വാങ്ങിക്കുമല്ലോ. വാങ്ങിക്കും. സർക്കാർ വരുമാനത്തിന് വീര്യം പകരാൻ കൈ അയച്ച് സംഭാവന ചെയ്യുന്നവരോടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കണം. മദ്യവിൽപ്പന രംഗത്ത് കുത്തകയാണ്. അതിനാൽ വിൽപ്പന കേന്ദ്രങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും അത്യാവശ്യക്കാരൻ പണം മുടക്കും. ഒരാളിന് സ്വതന്ത്രമായി വന്ന് മദ്യം വാങ്ങിച്ച് നല്ല രീതിയിൽ പോകുന്നതിനുള്ള ഒരു സൗകര്യം അവിടെ ഇതുവരെ ഒരുക്കിയിട്ടില്ല. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട ശ്രദ്ധ, ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ട്, അതനുസരിച്ചുള്ള ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പണം മുടക്കി മദ്യം വാങ്ങുന്നവരോട് കോർപ്പറേഷന് തന്നെ ഒരു അവജ്ഞയില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. എന്തായാലും ലോക്കൽ കൗണ്ടറുകൾ കാലിത്തൊഴുത്തുകൾക്ക് സമാനമാണ് എന്നത് MD വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരിട്ടറിയാവുന്നതാണ്. പരിഹാരത്തിന് പദ്ധതിയുണ്ട് എന്ന് മാത്രമാണ് പ്രതികരണം. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.